സർ, ഇന്നലെ യുഎസ് വിപണിയിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് ഹോളിഡേ മൂഡിൽ നിന്നൊരു നേരിയൊരു കറക്ഷൻ മോഡിലേക്കായിരുന്നു വിപണി ഉണർന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ടെക് ഹെവി ആയിട്ടുള്ള നാസ്ഡാക്കിലൊക്കെ ശക്തമായിട്ടൊരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു മെച്ചപ്പെട്ട പ്രകടനം നടത്തിയെന്ന് പറയാൻ സാധിക്കുന്നത് ഡൗ ജോൺസ് സൂചിക മാത്രമാണ്. ഡൗ ജോൺസിലേക്ക് വരുമ്പോൾ 37,000 എന്നൊരു റേഞ്ച് നിലനിർത്തിക്കൊണ്ട് 0.07% വളരെ ഒരു നേരിയ നേട്ടം നൽകാനായിട്ട് ഡൗ ജോൺസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 37,715.04 എന്നൊരു നിലവാരം. എന്നാൽ നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ 1.63% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 14,765.94 എന്നൊരു റേഞ്ചിലേക്കാണ് ക്ലോസിംഗ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ ഇന്നലെ മെഗാ ക്യാപ് കമ്പനികളായിട്ടുള്ള ആപ്പിൾ, മെറ്റ, അതുപോലുള്ള എൻവിഡിയ തുടങ്ങിയ ഓഹരികളിലെല്ലാം തന്നെ നമുക്കൊരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. അമേരിക്കൻ വിപണി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് കടന്നിട്ടുണ്ടോ? ഇന്ന് എന്തൊക്കെയാണ് വിപണിയെ സംബന്ധിച്ച് സാറിന്റെ എക്സ്പെക്ടേഷൻസ്? സോ അനില പറഞ്ഞ വളരെ ശരിയാ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ നാസ്ഡാക്കും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടായിരുന്നു ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വളരെ പോസിറ്റീവ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഇൻഫാക്ട് ഡൗ ജോൺസ് ഇൻഡെക്സ് എനിക്ക് തോന്നുന്നത് 38,000 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് 37,400 പോയിന്റ്. 37,400 പോയിന്റ് ഈ ആഴ്ച ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് അഗെയിൻ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലും വീക്ക് ആകും, ബെയറിഷ് ആകും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് മുന്നോട്ട് നോക്കുമ്പോഴേക്കും 38,000, 38,200, 38,000, 38,200 ഇതായിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന രണ്ട് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് ലെവൽസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വളരെ വ്യത്യാസമായിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ കേസിൽ ഒരു ഡൗൺ ഗ്രേഡ് നടന്നിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൽകിയത്. ആൻഡ് അതിനെ തുടർന്ന് നാസ്ഡാക്ക് 100 ഇൻഡെക്സിലും നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിച്ചു. ആൻഡ് there's a real danger that നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് അമേരിക്കൻ വിപണിയിൽ നമുക്ക് എസ്പെഷ്യലി ടെക്നോളജി സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ആ ലോങ് പൊസിഷൻസ് കട്ട് ഡൗൺ ചെയ്യാൻ തന്നെ ശ്രമിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് നാസ്ഡാക്ക് സ്റ്റോക്സിൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സർ, കമ്മോഡിറ്റി വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചും ക്രൂഡിൽ നമുക്ക് വലിയൊരു ഇടിവിനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ബാരലിന് WTI ക്രൂഡ് ബാരലിന് 70.39 എന്നൊരു നിലവാരത്തിൽ വളരെ ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ബ്രണ്ടിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലും ബാരലിന് $75.86 എന്നൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്രൂഡിന്റെ ഒരു ഇടിവെന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പ നിരക്കുകളൊക്കെ ഒരു നിയന്ത്രിക്കാൻ സഹായകമാകുന്ന ഒരു ഘടകം കൂടിയാണ്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ ക്രൂഡ് ഡിസംബർ 13 $67.70 ആ ഒരു ലെവൽ എത്തിയതിനു ശേഷം നമുക്ക് നല്ലൊരു ഷോർട്ട് കവറിങ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ക്രൂഡ് വന്നിട്ട് ആ അടുത്തൊരു ഒരാഴ്ച 10 ദിവസത്തിനിടെ $76 വരെ എത്തിച്ചേർന്നിരുന്നു. സോ there was a good possibility നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ആയിരുന്നു ക്രൂഡ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ബട്ട് കഴിഞ്ഞ 4 സെഷൻസിൽ വീണ്ടും ക്രൂഡിന്റെ കേസിൽ നമുക്കൊരു കനത്ത സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് എഗെയിൻ ക്രൂഡ്സ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. ബട്ട് ഈ ഒരു ലെവൽസിൽ നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ട്രേഡിംഗ് അവസരവും കാണുന്നില്ല. ആസ് ട്രേഡേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഡിസംബർ 13 ക്രിയേറ്റ് ചെയ്ത $67 സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ദെൻ അഗെയിൻ വി ആർ ഗോയിങ് ടു സീ ഹെവി സെല്ലിംഗ്. ക്രൂഡിന്റെ കേസിൽ തിരിച്ചൊരു ബുള്ളിഷ്നെസ് വരുന്നെങ്കിൽ ക്രൂഡ് $76 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് എളുപ്പമായിരിക്കത്തില്ല. ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ബട്ട് ക്രൂഡിന്റെ വില വീണ്ടും ബെയറിഷ് ആയതിനെ തുടർന്ന് വീണ്ടും നമുക്ക് this is going to be very very positive for Bharat Petroleum, Hindustan Petroleum, IOC, അതുപോലെ തന്നെ ടയർ കമ്പനീസ് ആൻഡ് പെയിന്റ് കമ്പനീസ്. ബട്ട് ലെറ്റ് us wait and watch.
യെസ് സർ. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി സാറിൻ്റെ ഒരു വ്യൂ അറിയാൻ ആഗ്രഹിക്കുന്നു. ഗോൾഡ് നിലവിൽ $2072.5 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഉയർച്ചയ്ക്ക് ശേഷം വളരെ ഫ്ലാറ്റ് ആണ്, 0.04% വളരെ ഒരു നേരിയ ഇടിവിലാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും ഇപ്പോഴും ഒരു ലോങ് ടേമിൽ സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണോ നിക്ഷേപകർ പ്രതീക്ഷിക്കേണ്ടത്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഇന്നലെ ഗോൾഡ് ഒരു $2088 എത്തിയതിനു ശേഷം നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. സോ നമ്മുടെ കൈവശം ഈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $2060 സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. $2060 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഗോൾഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ സ്റ്റാർട്ട് ടേണിംഗ് ബെയറിഷ്. സർ, ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ആഭ്യന്തര വിപണിയിലും ഇന്നലെ നമ്മളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് തന്നെയായിരുന്നു സാക്ഷ്യം വഹിച്ചത്. 21,665.8 എന്ന നിലവാരത്തിലായിരുന്നു നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇൻട്രാഡേ ഹൈയിലേക്ക് നോക്കുകയാണെങ്കിൽ 21,755.6 എന്ന നിലവാരവും, ഇൻട്രാഡേ ലോയിലേക്ക് നോക്കുകയാണെങ്കിൽ 21,555.65 എന്ന നിലവാരവുമാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതായത് 21,600 എന്നൊരു റേഞ്ചിലും താഴേക്ക് പോകാൻ ഇന്നലെ നിഫ്റ്റി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു റിക്കവറി നടന്നതിന് ശേഷമാണ് 21,665.8 എന്നൊരു റേഞ്ചിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സർ, നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുടക്കത്തിൽ ഒരു നേരിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാക്ഷ്യം വഹിച്ചാൽ പോലും ഒരു ജാനുവരിയുടെ ഒരു 3rd വീക്കോടുകൂടി വീണ്ടും ഒരു ബുള്ളിഷ് റാലി ഉണ്ടാകുമെന്നൊരു സൂചന സാർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതേ പ്രതീക്ഷ തന്നെയാണോ നിഫ്റ്റിയിൽ സാർ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് സാറിന്റെ എക്സ്പെക്ടേഷൻസ്? ജനുവരി 22 ശേഷം വീണ്ടും ഒരു ബുള്ളിഷ് റാലി എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ജനുവരി 22 ആകുമ്പോഴേക്കും നമുക്ക് മാർക്കറ്റിന്റെ ഒരു പീക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. സോ അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ വൺ മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 12 ശേഷം നമുക്ക് ക്വാർട്ടർലി റിസൾട്ട് വന്നു തുടങ്ങും. ആൻഡ് ജനുവരി അവസാനം ആകുമ്പോഴേക്കും നിർമ്മല സീതാരാമൻ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, ഷീ വിൽ ബി പ്രസന്റിംഗ് ദ ലാസ്റ്റ് ബഡ്ജറ്റ് ഫോർ ദ പ്രസന്റ് ഗവൺമെന്റ്. സോ ആ രണ്ട് കാരണങ്ങളും, പിന്നെ നാച്ചുറലി മാർക്കറ്റിൽ നമ്മൾ ഒക്ടോബർ 26 ശേഷം കാര്യമായിട്ട് ഒരു കറക്ഷനും കണ്ടിട്ടില്ല. അതുപോലെ പല കാരണങ്ങളുണ്ട്. സോ നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സപ്പോർട്ട്സ് ശ്രദ്ധിച്ചിരിക്കുക. നൗ നിഫ്റ്റി 50യുടെ കേസിൽ ഇന്ന് മുതൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 21,290 പോയിന്റ് ആയിരിക്കും, 21,290. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി 50യുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. മുകളിലോട്ട് നോക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 22,000 പോയിന്റ്സും ആയിരിക്കും. സർ, ഇന്നലത്തെ ഒരു വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും സൂചികകളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ശക്തമായിട്ട് കറക്ഷൻ നേരിട്ടിട്ടുള്ളത് നിഫ്റ്റി ബാങ്കും അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ഓട്ടോ മേഖലയുമാണ്. നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സൂചികകളും ഒരു ഇടിവിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഹെവി വെയിറ്റ് HDFC ഉൾപ്പെടെയുള്ള ഓഹരികൾ ഒരു നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്നൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്? ഈ ഒരു സൂചികയിൽ ഇന്ന് വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബാങ്ക് ഇൻഡെക്സും നിഫ്റ്റി 50 ഇതൊക്കെ ഒരേ ട്രെൻഡാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ടർ ടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഒരു 48,800 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഇപ്പൊ ഇന്നലെ ശ്രദ്ധിച്ചിരിക്കേണ്ട 46,900 പോയിന്റ്സ് ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ഓട്ടോയിലേക്കൂടെ സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്നലെ ഓട്ടോ മേഖല 1.37% ഇടിവ് രേഖപ്പെടുത്തി 18,339.35 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയാൽ ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു മുന്നേറ്റത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് വന്നൊരു ദിവസത്തിലാണ് ഇത്തരത്തിലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാക്ഷ്യം വഹിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്?
അഗെയിൻ ദ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് അനില സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പല ഓട്ടോ സ്റ്റോക്സിലും ഇന്നലെ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. ആൻഡ് ഇൻക്ലൂഡിങ് ഇൻ ദ കേസ് ഓഫ് ടാറ്റ മോട്ടോർ. സോ ടാറ്റ മോട്ടോർ പോലെയുള്ള സ്റ്റോക്സിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കുന്നത് ഇറ്റ് വിൽ ബിക്കം വെരി വെരി റിസ്കി. സർ, ഏതായാലും ഇപ്പോൾ വിവിധ കമ്പനികളുടെയൊക്കെ പാദഫലങ്ങൾ പുറത്തു വരാനിരിക്കുകയാണ്. മൂന്നാം പാദഫലം പുറത്തു വരാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാദഫലം പുറത്തുവിട്ടുള്ള അവന്യൂ സൂപ്പർമാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വിലയിരുത്തലാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു മൂന്നാം പാദഫലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വരുമാനത്തിൽ ഏകദേശം 17% വാർഷിക വളർച്ചയാണ് അവന്യൂ സൂപ്പർമാർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13,247 കോടി രൂപയാണ് വരുമാനമായിട്ട് മൂന്നാം പാദത്തിൽ അവന്യൂ സൂപ്പർമാർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ റവന്യൂയിലേക്ക് നോക്കുകയാണെങ്കിലും 13,247.33 കോടി രൂപയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം 2022 ഡിസംബറിലേക്ക് നോക്കുമ്പോൾ 11,304.6 കോടി രൂപയുമായിരുന്നു. അതായത് കമ്പനിയുടെ ഒരു പാറ്റ് ഉൾപ്പെടെയുള്ള ഘടകങ്ങളിലൊക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊരു പുരോഗതി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവന്യൂ സൂപ്പർമാർട്ടിന്റെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓഹരി എന്നാൽ കാര്യമായിട്ടൊരു മുന്നേറ്റം നടത്താൻ സാധിക്കാത്തൊരു ഓഹരിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 3.12% നേട്ടം മാത്രമാണ് ഈ ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിക്കാൻ വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള 4.25% വളരെ നേരിയ നേട്ടം മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ അവന്യൂ സൂപ്പർമാർട്ട് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. അവന്യൂ സൂപ്പർമാർട്ടിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? നിക്ഷേപകർ കയ്യിൽ സൂക്ഷിക്കേണ്ട ഒരു ഓഹരിയാണോ അവന്യൂ സൂപ്പർമാർട്ട്? അല്ല, കഴിഞ്ഞ 2-3 ക്വാർട്ടേഴ്സിൽ അവന്യൂ സൂപ്പർ മാർക്കറ്റിന് ഫിനാൻഷ്യൽ പെർഫോമൻസ് വളരെ മികച്ചതല്ലായിരുന്നു. അതിനെ തുടർന്നായിരുന്നു ആ ഒരു സ്റ്റോക്കിൽ നമുക്ക് വലിയൊരു കറക്ഷൻ കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഐ തിങ്ക് ഇറ്റ് ഈസ് എ ടേൺ റൗണ്ട് സ്റ്റോറി. സോ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ് ഈ ഒരു സ്റ്റോക്കിൽ. എങ്കിൽ പോലും ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ വെറും 3,640 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന ഷെയർ ഇന്നിപ്പോ 4,100, 4,240 ആ ഒരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് പുതിയ ലോങ് പൊസിഷൻ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഓൺലി ഡ്യൂറിങ് എ കറക്ഷൻ. സർ, അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് APL അപ്പോളോ ട്യൂബ്സുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഓഹരിയിൽ ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനിയെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ കമ്പനിയുടെ മൂന്നാം പാദത്തിലെ ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സെയിൽസ് വോളിയത്തിൽ ഒരു മാർജിനൽ ഡിക്ലൈൻ ആണ് കമ്പനി മൂന്നാം പാദത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആദ്യത്തെ ഒരു 9 മാസത്തെ, അതായത് ഈ മൂന്നാം പാദം വരെയുള്ള ഒരു കണക്കുകൾ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വാർഷികാടിസ്ഥാനത്തിൽ ഏകദേശം സെയിൽസ് വോളിയത്തിൽ 19% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 38% റിട്ടേൺ ആണ് ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേമിൽ നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്? APL Apollo Tubes is a small mid-cap stock. ആൻഡ് കഴിഞ്ഞ മെയ് മാസത്തിൽ വെറും 1,050 ആ ഒരു റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 80% നേട്ടമായിരുന്നു നമുക്ക് നൽകിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും ഈ സ്റ്റോക്ക് 1,800 രൂപ വരെ എത്തിയിരുന്നു. സിൻസ് ദെൻ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി ബെയറിഷ് ആൻഡ് ലോങ് ടേം ട്രെൻഡും ബെയറിഷായി മാറാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. സോ ഈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്ക് 1,440 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നീട് ഒരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യരുത്. സർ, ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വിലയിരുത്തലാണ്. ഓഹരി ഇന്നലെ 0.87% നേട്ടത്തിൽ 69.5 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. വിപണിയിലേക്ക് എത്തിയിട്ട് ഏകദേശം 1.5 മാസം മാത്രമേ ആകുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു 1% നേട്ടം നൽകാൻ നിക്ഷേപകർക്ക് സാധിച്ചിട്ടുള്ള ഓഹരി കൂടിയാണിത്. ഈസാഫിനെ പറ്റി സാറിൻ്റെ വിലയിരുത്തൽ എന്താണ്? So ESAF again is a small cap stock and അനില പറഞ്ഞതുപോലെ അടുത്ത കാലത്തായിരുന്നു അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്.
ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദിസ് മൊമെന്റ് നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സോ മാർക്കറ്റ് ഇത്രത്തോളം ഓവർ ഹീറ്റഡ് ആയതിനെ തുടർന്ന് മാർക്കറ്റിൽ ഓവറോൾ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു സെല്ലിംഗ് പ്രതീക്ഷിക്കാം. സോ അറ്റ് ദ മൊമെന്റ് അവോയ്ഡ് ഇറ്റ്, വെയിറ്റ് ആൻഡ് വാച്ച്. ബട്ട് നമുക്ക് റെസിസ്റ്റൻസും സപ്പോർട്ടുമായിട്ട് രണ്ട് ലെവൽ വാച്ച് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് 72 രൂപ, സപ്പോർട്ട് വന്നിട്ട് 66 രൂപയിൽ. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വിലയിരുത്തലാണ്. സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ച് പറയൽ ബാങ്കിങ് മേഖല ഇന്നലെ ശക്തമായിട്ടൊരു കറക്ഷൻ നേരിട്ടപ്പോൾ പോലും ഇന്നലെ ഈ ഒരു ഓഹരിക്ക് 1.29% നേട്ടം കൈവരിച്ചുകൊണ്ട് 51 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേ ഹൈയിലേക്ക് നോക്കുകയാണെങ്കിൽ 52.2 എന്നൊരു റേഞ്ചിലായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കിയാൽ സെപ്റ്റംബർ 18 56 എന്നൊരു റേഞ്ച് 52 ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഗ്രാജ്വലി ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള മൂവ്മെന്റ് ആണോ നമുക്കിപ്പോൾ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്? അല്ല, സെൻട്രൽ ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ നമുക്ക് ഇനി ഒരു ശക്തമായിട്ടൊരു ബൈങ് കാണണമെങ്കിൽ 54 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ സ്റ്റോക്കിൽ അപ്സൈഡ് മൊമെന്റം കാണാൻ പോകുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ട്. 28 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. സർ, അടുത്തായിട്ട് റിയൽറ്റി സ്പേസിൽ നിന്നുള്ള DLF ലിമിറ്റഡിനെ സംബന്ധിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓഹരി ഇന്നലെ 714 എന്നൊരു റേഞ്ചിൽ 1.33% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജനുവരി 1 ഒരു 52 ഹൈ ആയിട്ടുള്ള 731 എന്നൊരു റേഞ്ച് രേഖപ്പെടുത്തുക. ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനാണോ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്? ഈ ഒരു ഓഹരിയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ വളരെ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് അനില പറഞ്ഞതുപോലെ ഈ സ്റ്റോക്ക് 2 ദിവസം മുൻപ് ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിയിരുന്നു. ആൻഡ് സ്റ്റോക്ക് ഇസ് ഓവർ ഹീറ്റഡ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് 670 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ദ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. സർ, അടുത്തായിട്ട് ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ നേരിയ നില 0.36% നേട്ടത്തിൽ 235.4 എന്നൊരു റേഞ്ചായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 21 വിപണിയിലേക്ക് എത്തിയത് ശേഷം സെപ്റ്റംബർ 4 ഒരു 52 ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് 266.95 എന്നൊരു റേഞ്ചിൽ. ജിയോ ഫൈനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിലൊരു ലോ റിസ്ക് എൻട്രി സാധ്യമാണോ? അഗൈൻ നമ്മളൊരു ലോങ് ടേം വ്യൂ എടുക്കുകയാണെങ്കിൽ ജിയോ ഫൈനാൻഷ്യൽസ് തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചേർക്കാൻ തന്നെ ശ്രമിക്കണം. ബട്ട് എൻ്റെ ഒരു കൺസേൺ അഗെയിൻ ആൻഡ് അഗെയിൻ ഇസ് കമ്മിങ് ബിക്കോസ് മാർക്കറ്റ് ഓവറോൾ ഒരു കറക്ഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായത്. സോ അത് ആ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ജിയോ ഫൈനാൻഷ്യലിൽ 240 രൂപ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യുക. 240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിന് ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് അതിനുശേഷം ഫേസ് ചെയ്യാൻ പോകുന്ന 254 ആൻഡ് ആഫ്റ്റർ ദാറ്റ് 265. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നിന്നുള്ള GE T&D ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഓഹരി സംബന്ധിച്ചിട്ടാണ്. ഓഹരി ഇന്നലെ 5% നേട്ടം കൈവരിച്ച് 554.9 അപ്പർ സർക്യൂട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നിലവാരത്തിൽ തന്നെയാണ് വ്യാപാരവും അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു ഇൻട്രാഡേ ഹൈ ആയി രേഖപ്പെടുത്തി 554.9 എന്നൊരു റേഞ്ചുമായിരുന്നു. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി ഇല്ല. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് ഓഗസ്റ്റ് മാസം നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ദിവസങ്ങളിൽ അപ്പർ സർക്യൂട്ട് ബ്രേക്കറിലോട്ട് എത്തിയിരുന്നു. ആൻഡ് അതേപോലെ തന്നെ കഴിഞ്ഞ 4 സെഷൻസിൽ വീണ്ടും ഈ സ്റ്റോക്ക് അപ്പർ സർക്യൂട്ട് ബ്രേക്കറിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി ട്രൈ ടു ക്ലോസ് ഇറ്റ്. പുതിയ ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ അഡ്വൈസബിൾ അല്ല.
മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വരുൺ ബിവറേജസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വിലയിരുത്തലാണ്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.36% ഇടിവിൽ 1238 എന്നൊരു റേഞ്ചിലായിരുന്നു. ഓഹരിയുടെ ഒരു 50 ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബർ 20 രേഖപ്പെടുത്തിയ 1380 എന്നൊരു റേഞ്ചാണ്. അതിനുശേഷം വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടാണ്. പിന്നീട് ഇന്നലെ നോക്കുകയാണെങ്കിലും ഒരു ഇടിവിൽ തന്നെയായിരുന്നു ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. BBLയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു പൊസിഷൻ എന്താണ്, എന്തൊക്കെയാണ് ഈ ഒരു ഓഹരിയിൽ നിക്ഷേപകർ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ? സോ ഡിസംബർ 20 ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ 1380 രൂപ. ആൻഡ് സിൻസ് ദെൻ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 1177 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ആ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1285 രൂപ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യുക. സർ, അടുത്തതായിട്ട് കാസ്ട്രോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.41% ഇടിവ് രേഖപ്പെടുത്തിയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 189 എന്നൊരു റേഞ്ച് ആയിരുന്നു ക്ലോസിംഗ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഓഹരിയെ പറ്റിയുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? സോ കാസ്ട്രോൾ വന്നിട്ട് നവംബർ മാസത്തിൽ അറൌണ്ട് 135 ആ ലെവലിലായിരുന്നു ഇതിന്റെ ബോട്ടമിംഗ് ഔട്ട് കാണാൻ സാധിച്ചത്. ആൻഡ് അതിനുശേഷം തുടർച്ചയായിട്ട് നേട്ടം നൽകി 2 ദിവസം മുൻപ് ഈ സ്റ്റോക്ക് 195 രൂപ വരെ എത്തിയിരുന്നു. ആൻഡ് സ്റ്റോക്സ് അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇറ്റ്സ് എ മൾട്ടിനാഷണൽ കമ്പനി, ഫാന്റാസ്റ്റിക് ബിസിനസ്, ഗുഡ് മാനേജ്മെന്റ്. സോ ഈ സ്റ്റോക്കിനെ കുറിച്ച് കംപ്ലൈൻസ് ഒന്നും തന്നെ നൽകാനില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. ബട്ട് 173 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. മുകളിലോട്ട് സ്റ്റോക്ക് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും നമുക്ക് 3 റെസിസ്റ്റൻസ് ലെവല് ശ്രദ്ധിക്കാം. ആദ്യത്തെ 200 രൂപ, അതിനെ തുടർന്ന് 210 ആൻഡ് ഫൈനലി 220. സർ, അവസാനമായിട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ സാറിൻ്റെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ ഫീൽ ദാറ്റ് ദ മാർക്കറ്റ് ഈസ് കമ്മിങ് ഡ്യൂ ഫോർ എ കറക്ഷൻ, പ്രോഫിറ്റ് ടേക്കിംഗ്. സോ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ ഇപ്പൊ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് കൈവശമുള്ള ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനും ഉള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റിൽ നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലൊക്കെ വീക്ക്നെസ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നാച്ചുറലി ഐ വിൽ ഓൾസോ ബി ലുക്കിംഗ് ടു ടേക്ക് പ്രോഫിറ്റ്സ്.